നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ രാശിക്കൂറുകാരുടെയും ഭൃഗ് സംഹിത എന്ന ഗ്രന്ഥത്തിലും ജാതകാഭരണം എന്ന ഗ്രന്ഥത്തിലും പറയുന്ന ചന്ദ്രഫലമാണ്, അതായത് രാശിക്കൂറുകാരുടെ ഫലമാണ് പറഞ്ഞു വന്നിരുന്നത്. ചിങ്ങം, കന്നി, തുലാം എന്നീ രാശിക്കാരുടെ ഫലങ്ങളെ നാം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നാം അതിന്റെ തുടർച്ചയായിട്ട് വൃശ്ചികക്കൂറുകാരുടെ ചന്ദ്രനിര്യാണ ഫലമാണ് പറയുന്നത്. ചന്ദ്രനിര്യാണ ഫലം എന്നാൽ ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അതീവ പ്രാധാന്യമുള്ള ചില സംഭവ വികാസങ്ങളാണ്. ഈ രാശിക്കൂറുകാർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന കൃത്യതയുള്ള പ്രവചനമാണ്. ഇതുവരെ ആരും പറയാത്ത ഈ ചന്ദ്രനിര്യാണ ഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് വൃശ്ചികക്കൂറുകാരുടെ ഫലമാണ്. വേദജ്യോതിഷത്തിന്റെ അതിപുരാതന ഗ്രന്ഥങ്ങളായിട്ടുള്ള ജാതകാഭരണവും ഭൃഗ് സംഹിതയും ഓരോ വ്യക്തിയുടെയും കൂറടിസ്ഥാനത്തിൽ ഓരോ വയസ്സുകളിൽ ഉണ്ടാകുന്ന രോഗാരിഷ്ടതകൾ, പ്രധാന സംഭവങ്ങൾ, മരണം തുടങ്ങി എല്ലാ കാര്യം കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ജീവിതഗതിയെ കുറിച്ചുള്ള അതീവ കൗതുകകരമായിട്ടുള്ള വിവരണത്തിലേക്ക് നമുക്ക് പോകാം. ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്ന പരീക്ഷണ ഘട്ടങ്ങളെ ഭയത്തോടെയല്ല കാണേണ്ടത്, അതീവ ഗൗരവത്തോടെ ജാഗ്രതയും ആത്മവിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ട് കാണുന്നതാണ് ഉചിതമായിട്ടുള്ളത്. എല്ലാ ഗ്രഹയോഗങ്ങളുടെയും മുകളിലായി മനുഷ്യന്റെ കർമ്മവും ദൈവാനുഗ്രഹവും പ്രവർത്തിക്കുന്നു എന്ന് നമ്മുടെ മഹർഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ട് ഗ്രന്ഥത്തിലും ഏതാണ്ട് ഒരുപോലെയാണ് ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് നമുക്ക് ഓരോ ഗ്രന്ഥത്തെയും വ്യത്യസ്തമായി ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഭൃഗ് സംഹിത തന്നെ പറയാം. 1-ാം വയസ്സിൽ ജ്വരവും അഥവാ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകളും വൃശ്ചികക്കൂറുകാർക്ക് ബാലപീഡയായി ഉണ്ടാകാനുള്ള സാധ്യത ഗ്രന്ഥം പറയുന്നുണ്ട്. 3-ാം വയസ്സിൽ ശരീര ദൗർബല്യമോ ക്ഷയസമാനമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. 5-ാം വയസ്സിൽ പിതാവിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളോ വിഷമങ്ങളോ കുടുംബപരമായിട്ടുള്ള ആശങ്കകളോ ഉണ്ടാകാമെന്ന് ആചാര്യൻ സൂചിപ്പിക്കുന്നു. 15-ാം വയസ്സിലും സമാനമായിട്ടുള്ള ചില വെല്ലുവിളികൾ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. 25-ാം വയസ്സിൽ വലിയ തോതിലുള്ള പരീക്ഷണ കാലമോ ജീവിതത്തിലെ നിർണായ മാറ്റമോ സംഭവിക്കാം എന്നാണ് ആചാര്യൻ പറയുന്നത്. ഇവയെല്ലാം ജീവിതയാത്രയിലെ വളർച്ചയ്ക്കും അനുഭവ സമ്പത്തിനും വഴിയൊരുക്കുന്ന ഘട്ടങ്ങളായി കാണാവുന്നതാണ്. ഇനി ഇതിൽ ദീർഘായുസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പരാമർശം കൂടി നമുക്കൊന്ന് നോക്കാം. ജന്മരാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഏതെങ്കിലും ദൃഷ്ടി ചെയ്താൽ ആ ജാതകന് അല്ലെങ്കിൽ ജാതകയ്ക്ക് 90 വയസ്സ് വരെ ആയുസ് ഉണ്ടാകുമെന്നാണ് ഗ്രന്ഥം പറയുന്നത്. നവഖ എന്നാണ് ആചാര്യൻ പ്രതിപാദിച്ചിരിക്കുന്നത്. നവം എന്നാൽ 9, ഖ എന്നാൽ പൂജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടും ചേരുമ്പോൾ 90 വയസ്സ് വരെ എന്ന് പ്രതിപാദിക്കുന്നു. വലത്തു നിന്ന് ഇടത്തോട്ട് വായിക്കുമ്പോൾ ലഭിക്കുന്നത് 90 എന്ന സംഖ്യയാണ്. പ്രകാരം ആചാര്യൻ സൂചിപ്പിച്ചത് ഘനവാബ്ദം എന്നാണ്. അതുകൊണ്ടാണ് 90 എന്ന് വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നത്. ഇനി നിര്യാണ കാലത്തെ അഥവാ മരണ സൂചനകളെ കുറിച്ച് ആചാര്യൻ പറഞ്ഞിട്ടുള്ള കാര്യം കൂടി ഒന്ന് പ്രതിപാദിക്കാം. ജ്യേഷ്ഠമാസത്തിൽ ശുക്ലപക്ഷം അഥവാ വെളുത്ത പക്ഷത്തിൽ ദശമി തിഥിയും ബുധനാഴ്ച ദിവസവും ചന്ദ്രൻ അത്തം നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയവും അർദ്ധരാത്രി സമയത്ത് വൃശ്ചികം രാശി സമയത്ത് നിര്യാണ കാലമായി ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. ഇത് പരമായുസ് ലഭിക്കുന്നവർക്കാണ് ഈ കാര്യങ്ങൾ കൃത്യമായി വരിക എന്ന് കൂടി ഓർക്കുക. ഇനി നമുക്ക് ജാതകാഭരണം പറയുന്ന സമാന ഫലങ്ങളെ കൂടി ഒന്ന് സൂചിപ്പിക്കാം. 1-ാം വയസ്സിൽ ജ്വരസംബന്ധമായിട്ടുള്ള പീഡകൾ, 3-ാം വയസ്സിൽ അഗ്നിയുമായി ബന്ധപ്പെട്ട ഭയം അഥവാ അപകട സാധ്യതകൾ, 5-ാം വയസ്സിൽ വീണ്ടും ജ്വരസംബന്ധമായിട്ടുള്ള പീഡകൾ, 15-ാം വയസ്സിൽ ചില പരീക്ഷണ കാലഘട്ടങ്ങൾ, 25-ാം വയസ്സിലാകട്ടെ വലിയതും നിർണായകമായിട്ടുള്ള ചില വെല്ലുവിളികൾ, ഇവയെല്ലാം ഉണ്ടാകാമെന്ന് ജാതകാഭരണവും സൂചിപ്പിക്കുന്നു. ഇവയൊക്കെ ജീവിതത്തിലെ ജാഗ്രത ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളായി നമുക്ക് വ്യാഖ്യാനിക്കാം. വൃശ്ചികക്കൂറുകാരോ അഥവാ വൃശ്ചികക്കൂറിൽപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളോ ഈ കാലഘട്ടത്തിൽ അവർക്കായി പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. ഇനി നമുക്ക് ജാതകാഭരണം പറയുന്ന ആയുർദൈർഘ്യം കൂടി പരിശോധിക്കാം. ചന്ദ്രനെ സൗമ്യഗ്രഹങ്ങൾ അഥവാ ശുഭഗ്രഹങ്ങളായിട്ടുള്ള ശുക്രൻ, വ്യാഴം, ബുധൻ എന്നീ ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്ന പക്ഷം 90 വയസ്സുവരെ ആയുസ് ഉണ്ടാകാമെന്ന് ജാതകാഭരണവും പറയുന്നു. രണ്ട് ഗ്രന്ഥങ്ങളിലെയും നിര്യാണകാലം ഒരേപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉപയോഗിച്ച പദങ്ങളിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതായത് ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിൽ ദശമി തിഥിയിൽ ബുധനാഴ്ചയും അത്തം നക്ഷത്രവും ഒന്നു ചേർന്ന് വരുന്ന സമയത്ത് മധ്യരാത്രിയിൽ വൃശ്ചികം രാശിയിൽ നിര്യാണം ഉണ്ടാകാം എന്ന് പറയുന്നു.
ആദിവർഷേ ജ്വരാത് പീഡ, തൃതീയേ ക്ഷയമന്യുത, പഞ്ചമേ പിതരാത് ഖേദം തഥാ പഞ്ചദശേപി ച പഞ്ചവിംശതിമേ വർഷേ മഹത് പീഡ ന സംശയഃ. ചന്ദ്രേ ശുഭേ ഗ്രഹാത് ദൃഷ്ടേ ഘനവാബ്ദം സജീവതി. ജ്യേഷ്ഠമാസേ സിതേ പക്ഷേ ദശമ്യാം ബുധവാസരെ ഹസ്തഭേന്ദു സമായുക്തേ അർദ്ധരാത്രി ഗതേ സതി കീടരാശി ഗതേ ചന്ദ്രേ നിര്യാണമിതി കീർത്തിതം എന്നാണ്. ഇത് ഭൃഗു ജ്യോതിഷത്തിൽ പറയുന്ന ശ്ലോകവും ജാതകാഭരണത്തിൽ പറയുന്ന ശ്ലോകത്തെ നമുക്ക് അതും പരിചയപ്പെടാം. പ്രഥമേ അബ്ദേ ജ്വരാത് പീഡ, തൃതീയേ ഭയം അഗ്നിതഃ, പഞ്ചമേ അബ്ദേ ജ്വരാത് പീഡ തഥാ പഞ്ചദശേപി ച പഞ്ചവിംശതിന്മേ വർഷേ പീഡാസ്യാൻ മഹതി ധ്രുവം. ചന്ദ്രേ സൗമ്യഗ്രഹേർ ദൃഷ്ടേർ നവത്യബ്ദാൻ സജീവതി. ജ്യേഷ്ഠേ മാസേ സിതേ പക്ഷേ ദശമ്യാം സിതവാസരെ ഹസ്തനക്ഷത്ര സംയുക്തേ മധ്യരാത്ര ഗതേ സതി ചന്ദ്രേ വൃശ്ചിക രാശസ്തേ നിര്യാണമിതി കീർത്തിതം. ഇത് ഡുണ്ടിരാജ കൃതമായിട്ടുള്ള ജാതകാഭരണം എന്ന ഗ്രന്ഥത്തിലെ ശ്ലോകമാണ്. രണ്ട് ഗ്രന്ഥങ്ങളും വാക്കുകളിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഫലങ്ങൾ സമാനമാണ്. ഇത് ജാഗ്രത ഉണ്ടാകാൻ വേണ്ടിയാണ്, ശ്രദ്ധിക്കുക എന്ന് മാത്രം, പരിഹാരങ്ങൾ ചെയ്യുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭൃഗു സംഹിതയും ജാതകാഭരണവും പോലെയുള്ള പുരാതന ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചുള്ള അതിവിലപ്പെട്ട സൂചനകളാണ് നമുക്കായി നൽകിയിട്ടുള്ളത്. എന്നാൽ ഒരു ഗ്രന്ഥവും മനുഷ്യന്റെ അന്തിമ വിധി നിർണയിക്കുന്നില്ല എന്ന് ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശുഭഗ്രഹങ്ങളുടെ അനുഗ്രഹം, സത്കർമ്മങ്ങൾ, പ്രാർത്ഥന, ആത്മവിശ്വാസം, നല്ല ജീവിതശൈലി എന്നിവയൊക്കെ ജീവിതത്തെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് നയിക്കുന്നതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവചനങ്ങളെ ഭയപ്പാടോടുകൂടിയല്ല കാണേണ്ടത് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. മറിച്ച് ആത്മജാഗ്രതയ്ക്കും ആത്മവികസനത്തിനും സഹായിക്കുന്ന കണ്ണാടിയായി കാണുക. ജ്യോതിഷം ചക്ഷു എന്നാണ്. ജ്യോതിഷം എന്നാൽ കണ്ണാണ്, കണ്ണാടിയാണ് എന്ന് നമുക്ക് പറയാം. എല്ലാ വൃശ്ചികക്കൂറുകാർക്കും എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആരോഗ്യവും ദീർഘായുസ്സും സമൃദ്ധിയും കൈവരിക്കുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നന്ദി. ശുഭദിനം.